മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന തിരുവചനം, പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവൻ അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. തിരുവചനം ഇന്ന് തിരുസഭ നമുക്ക് ധ്യാനിക്കുവാൻ വേണ്ടി നൽകുമ്പോൾ, ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച് സുപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു വന്ന ദൈവപിതാവിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നതാണ് ഈ വചനത്തിൻ്റെ രഹസ്യം. പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും ഏതൊരുവനും നിത്യജീവനുണ്ട് എന്ന് അവിടുന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ, പുത്രനിൽ വിശ്വസിക്കാത്ത ഒരുവനും നിത്യജീവൻ അവകാശമാക്കുന്നില്ല എന്ന് കൂടി അവിടുന്ന് പറഞ്ഞു വയ്ക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരാനുള്ള വരം അവിടുന്ന് നൽകിക്കഴിയുമ്പോൾ, പുത്രനെ അത്രമാത്രം സ്നേഹിക്കുവാൻ തക്കവണ്ണമുള്ള വലിയ വിശ്വാസത്തിൻ്റെ ഉടമയായി തീരുമ്പോൾ, അവൻ സ്വർഗീയ ഭാഗ്യങ്ങൾക്ക് ലബ്ധിക്ക് വേണ്ടി ഒരുക്കപ്പെടുകയാണ് ചെയ്യുക. നമ്മുടെ ഓരോ അനുദിന പ്രവർത്തനങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ രണ്ട് കാഴ്ചപ്പാടുകളിലൂടെ അതിനെ വിലയിരുത്തുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതങ്ങളിൽ യേശുവിൻ്റെ വചനവും അവിടുത്തെ ആത്മാവിൻ്റെ പ്രവർത്തനവും വഴി വിശുദ്ധി നിറഞ്ഞ ഒരു ജീവിതത്തിലൂടെയാണോ നമ്മൾ കടന്നു പോവുക, അതോ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള സുഖ ലോലുപതകളിലും തിന്മയുടേതായിട്ടുള്ള ബന്ധനങ്ങളിലൂടെയാണോ നമ്മൾ കടന്നു പോവുക എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ തന്നെ ഉള്ളങ്ങളെ പരിശോധിക്കുകയും അതുവഴി പിതാവ് പുത്രനിലൂടെ നൽകിയ കൃപകളെ സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യുകയാണ് ആദ്യമേ ചെയ്യേണ്ടത്. അതിൻ്റെ ചുവട് പിടിച്ച് വചനത്തിൻ്റെ തീഷ്ണതയാൽ നിറയപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാൽ മറ്റുള്ളവരിലേക്ക് സ്നേഹവും